നമസ്കാരം സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ സന്ദീപ് ജി പുറത്തിറങ്ങിയേക്കാണ്. രാത്രി സന്തോഷത്തോട് കൂടിങ്ങാണ്ട് കിടന്നുറങ്ങിപ്പോയ ആളുകൾ കുരിശൊക്കെ കൈപ്പിടിച്ച് ക്യാമറാമാൻ തങ്കച്ചൻ സാറിനെയും കൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ പോയ നമ്മുടെ നോബിളച്ചനൊക്കെ ഇപ്പോൾ ഇതെന്ത് നിയമമാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടാകും. അവർ വിചാരിച്ചേക്കും ഇവനെ കൊണ്ടുപോയിട്ട് 10-12 ദിവസം റിമാൻഡിലൊക്കെ ഇട്ട് പൊതിർത്തി അങ്ങ് വിടുമെന്ന്. എന്തായിരുന്നു ആ വീഡിയോ? നിരീക്ഷണത്തിലാണ്, കുറേ യൂട്യൂബേഴ്സ് നിരീക്ഷണത്തിലാണ്. എന്തിന്? ഒരു കഥ പറയാനും പാടില്ല ഇവിടെ. നീ പറയക്ക, നീ അങ്ങ് പറ. സെൻട്രൽ ജയിലിലാണ് ഇപ്പൊ കിടക്കുന്നത്. അനീഷ് വ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്? അനീഷ് വ്ലോഗിൻ്റെ കാര്യം ഒന്നും പറയണ്ട. അവിടെ പോയി കണ്ടാൽ മനസ്സിലാകും ഓനക്ക് ആരാ ഇൻഫർമേഷൻ കൊടുക്കണത്. ഓന് കൊടുക്കുന്നത് കാർന്ന് അത് അവൻ്റെ 2-3 വീഡിയോ എടുത്ത് ഇങ്ങനെ കണ്ടാൽ ആ പോക്ക് എങ്ങട്ടാന്ന് കറക്റ്റ് മനസ്സിലാവും. അല്ലെങ്കിൽ ഓനാരാ ഓനാരാ വിളിക്കുന്നത് എന്ന് നല്ലോ മനസ്സിലാവും. ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്. ഇവിടെ റൂമിൽ കയറിയിട്ട് ഒന്ന് കുളിക്കണം, ഒന്ന് പല്ലേക്കാണ്ട്, പല്ലേച്ചില്ല, പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് തൂറണം. അത് എന്താ അറിയോ, അത് ഞാൻ പറയുന്നില്ല. എനിക്കൊരു നല്ലൊരു ഇതുണ്ട് അതിന്. പക്ഷെ ഇതൊക്കെ പറയണല്ലതില് ഇപ്പൊ പറയും. ഞാൻ ഒരു ദിവസം പറഞ്ഞു തുടങ്ങും. തൂറിട്ടൊക്കെ പോളൂട്ടാ. എടാ എനക്ക് എന്തിന്റെ കേടാടാ? വല്ലവരും എറിഞ്ഞു തരണം അപ്പക്കാഷണം തിന്നിട്ട് ഊളത്തരം പറഞ്ഞിരിക്കാൻ. എനിക്കത് വേറെ പണിയില്ലേത് ചോദിക്കാനുള്ളത്. ജാമ്യം കിട്ടും. ഓനക്ക് എന്താ കേട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓനക്ക് എന്താ ഇപ്പൊ കേട്? ഓനിക്കനത് അറിയില്ല ഈ കാര്യം. ഓനക്ക് എന്താ കേട് എന്ന് എത്ര ആൾക്കാരെ പറഞ്ഞു കൊടുത്ത്, പല വട്ടം പല വീഡിയോസിൽ വന്നുങ്ങാണ്ട് അനീഷ് പറഞ്ഞുങ്ങാണ്ട് പറയാൻ നിന്നാ പിന്നെ നമ്മൾ മോൻ്റെ കേട് എടുത്ത് പറഞ്ഞപ്പം അത് എന്താ അറിയോ, ഇത് നമ്മൾ ഈ എല്ലും കാശിന് ഇട്ട് കൊടുക്കുമ്പം അത് കടിച്ചിങ്ങാണ്ട് അതിന് നന്ദി കാണിക്കുന്ന ഒരു ജീവിയില്ലേ, നായ്ക്കള്, പട്ടികൾ, അത് കാണിച്ചെന്ന് വിചാരിച്ചാൽ മതി. ഒരു കേസിലല്ല പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്, ജാമ്യം കിട്ടിയിട്ടുണ്ട്. അതും സ്റ്റേഷൻ ജാമ്യം പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നേ പറയുന്നുള്ളൂ, സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്, സത്യസന്ധമായിട്ട് തന്നെ വീഡിയോ ഞാൻ അങ്ങോട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുന്നുള്ളതാണ്. ഇനി ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ വേണ്ട. അത് നടപ്പിലാവണ കാര്യമല്ല. അത് ആരോടാ പറഞ്ഞെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താന്ന് വെച്ചാൽ നമ്മുടെ നോബിളച്ചൻ ബിഷപ്പ് ഉണ്ടാക്കിയ ഓലപ്പാമ്പൊക്കെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുന്നുണ്ടാവും. ഇത് കാണിച്ചപ്പോൾ നീ പേടിക്കൂലല്ലോ. ശരിക്കില്ല, പാമ്പിനെ പിടിക്കാനൊക്കെ പോയേക്കും. അങ്ങേര് മനുഷ്യനാണ്. ഇവരുടെയൊക്കെ ഒരവസ്ഥ എന്തായിരുന്നു പടച്ചറബേ. സജിനയുടെ കാര്യമായിരിക്കും ഭയങ്കര കോമഡി. ഞാൻ നോബിളച്ചൻ്റെ സ്റ്റോറി ഉണ്ടാക്കി. ഇനി ഞാനും ഇന്ന് അച്ഛൻ കൊണ്ടുപോയി നമ്മുടെ സന്ദീപിനെ ജയിലിലാക്കി. നാളെ ഇതന്നെ എൻ്റെ സ്റ്റോറി ഉണ്ടാക്കി വെച്ചേക്കും. അതങ്ങ് ഇടട്ടെ, കാണിച്ചു കൊടുക്കാം അങ്ങോട്ട്. ഇതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നല്ലേ പറഞ്ഞുള്ളത്? ഞങ്ങൾക്ക് എന്താ അറ്റം വല്ല മതില് ഒന്നുമില്ല, ഒരറ്റം ഉണ്ടായിരുന്നു, അടച്ചു വെച്ചിട്ടുണ്ടോ? അതിനപ്പുറത്ത് വേണമെങ്കിൽ നമ്മളും പോകുന്നുള്ളതാണ്. ഇപ്പോഴും സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത്, എന്നും സത്യസന്ധമായിട്ട് തന്നെ നിൽക്കുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ആ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവർക്ക് കഴിയുന്ന പോലെ ഉണ്ടാവും കേട്ടോ. ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാനിത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ സപ്പോർട്ട് സന്ദീപ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഹാഷ്ടാഗ് ഇട്ടുങ്ങാണ്ട് ഒരു വീഡിയോ ഇട്ടിനി. അത് മാത്രമല്ല, ഒരുപാട് പേര് വന്നുങ്ങാണ്ട് എന്താ പറയുക, ഞാൻ കമൻ്റൊക്കെ ഇടുന്ന കണ്ട് പല വീഡിയോക്ക് താഴെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ അവർ ചെയ്യും. പക്ഷെ അറിഞ്ഞു കുറേ ആൾക്കാർ അറിഞ്ഞു കാണുമല്ലോ എന്തായാലും, അവരൊന്നും നീ ഇറങ്ങിയതിന് ശേഷം വീഡിയോ ഇട്ടിട്ട് വന്ന് അത് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഈ സേഫ് സോണിൽ നിന്ന് ഇങ്ങനത്തെ സംഭവമല്ലേ എന്തായൊക്കെ ഞാൻ വല്ലാണ്ട് കിടക്കണില്ല. ഞാനിപ്പോൾ ഇന്നലെ വന്ന കുട്ടിയാണ്. സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നത്. 2,40,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൊണ്ട്, നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് മാത്രമാണ്.
സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞുതരാം. കേസ് ഫയൽ എന്താണ്, കേസ് ഡീറ്റെയിൽസ് എന്താണെന്ന് എല്ലാം പറഞ്ഞുതരാം. അപ്പൊ ഉണ്ണാക്ക് കാണിച്ച് പേടിപ്പിക്കാതെ കേസ് ഫയൽ മാത്രം അതെല്ലാരും പറയും. ഞങ്ങൾക്ക് കഥ കേട്ടാൽ മതി, വേറെ ഒന്നും കേൾക്കണ്ട. അങ്ങനെ കുറിച്ചുള്ള കാര്യമാണെങ്കിൽ അത് ഇത് പറയണം. ഇതെന്താന്ന് വെച്ചാൽ ഇവര് കളിക്കുന്ന കളിയൊക്കെ വേറെയാണ്. ആ ചെറുക്കൻ കിച്ചുവിനിട്ട് താഴേക്കാൻ വേണ്ടിയില്ല എല്ലാ പ്ലാനും നടക്കുന്നുണ്ട് അവിടെ. ഉറപ്പാണ് അവനൊന്ന് വിജയിച്ചു വരുമ്പോഴേക്ക് ഇവരൊരു പോസ്റ്റ് ഇടുക, മറ്റുള്ള പഴയൊരു വീഡിയോ എടുത്തുകൊണ്ട് കിച്ചു അങ്ങനെ കാണിച്ചു, കിച്ചു ഇങ്ങനെ കാണിച്ചു പറഞ്ഞു ഏതൊരു വോയിസിന് സ്ക്രീൻഷോട്ട് എടുത്തുങ്ങാണ്ട് വേറൊരു വോയിസ് കൊടുത്ത് വീഡിയോ ഇറക്കുക. എന്ത് തേങ്ങയാണിത് വിചാരിക്കണ്ട കേട്ടാ. വണ്ടിയിലാണ് നമ്മളെ ഫോണൊന്ന് പോയി കിട്ടിയിട്ട് കേട്ടോ. ഫോണൊക്കെ അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. 2 ഫോണ്, ലാപ്ടോപ്പ് ഇതൊക്കെ പോയി. ഇനി അതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ 2 ഫോണിൽ നമ്മൾ എടുക്കുക, 2 ഫോണിൽ എടുക്കുക. ഒന്ന് നല്ല ഫോണിലും ഒന്ന് ചീത്ത ഫോണിലും. നല്ല ഫോണിൽ ഇത് ഒക്കെ എന്താക്കി വെക്കുക, അയക്കുക, അപ്ലോഡ് ചെയ്യുക, എല്ലാം ചെയ്യുക. അതേ സെയിം സാധനം തന്നെ ഇതിൽ ചെയ്യുന്ന പോലെ ചെയ്യുക. പോകുമ്പോൾ എന്താട്ടെ പഴയ ഫോണെടുത്ത് പോകുക, കൊടുക്കുക, ഇവർക്ക് കാണിച്ചു കൊടുക്കുക. അല്ല എന്താ ചെയ്യുക, ഇവരിത് കാണിച്ചിന് ഇത് കിട്ടുമോ? കിട്ടുമായിരിക്കും. പിന്നെ ഇപ്പം വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ചെറിയൊരു ഹിന്റ് തരാം. സ്വന്തം ഫോണ്, അതായത് മൊബൈൽ ഇല്ലേ, വീഡിയോ എടുക്കുന്ന സമയത്ത് സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എടുക്കുക, സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എഡിറ്റ് ചെയ്യുക. ഒക്കെ സിമ്മില്ലാത്ത ആവശ്യമില്ലാത്ത എടുത്താൽ മതി. നല്ല ഫോണായിട്ട് ഉപയോഗിച്ചാൽ ഒരു പണിയാണ്. അതൊരു പാടാണ്. പാടങ്ങൾ ഒരുപാട് വേണമല്ലോ. ഒരുപാട് ഉണ്ടാക്കിയല്ലേ കായ്, അതിൽ കുറച്ച് കായ് ഇറങ്ങട്ടെ അല്ലേ, കുറച്ച് കോടതിയിൽ ഇറങ്ങും. കുറെ ആൾക്കാര് അറസ്റ്റും കുറെ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. വണ്ടി ഓടുന്നത് കൊണ്ട് എനിക്ക് വല്ലാണ്ട് മനസ്സിലാവണില്ല. എന്തായാലും കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യാനും കൂടെ നിൽക്കുക, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ കുരയ്ക്കും പട്ടി കടിക്കില്ല, കുരക്കട്ട കിടന്നിട്ട് വല്ലാണ്ട് കുറച്ച് ആളുകൾ എന്താ ചെയ്യാ. അപ്പൊ അനീഷ് ബ്രോ, എനിക്ക് ജാമ്യം കിട്ടിയെന്ന് ആരെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അനീഷ് ബ്രോ ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പൊ വരാം വീട്ടിലെത്തിയിട്ട്. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്. അപ്പോൾ ഇതാണ് കഥ. ഈ ചെങ്ങായിനെ കൊണ്ട് നിങ്ങൾ ജയിലിലാക്കിയിട്ട് എന്തപ്പം കിട്ടി? ഒരു തേങ്ങയും കിട്ടിയില്ല. ഇപ്പോൾ കുറച്ച് നടക്കേണ്ടി വരും കാരണം അതിൻ്റെ നിയമങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് പ്രത്യേകിച്ച് എന്താ എല്ലാവർക്കും മനസ്സിലായി അവൻ ഉദ്ദേശിച്ചത് എന്താണ്, അത് സത്യാവസ്ഥ ഉണ്ടോ ഇല്ലെന്നൊക്കെ. നിങ്ങളത് ഇപ്പോൾ ഇങ്ങനൊരു പരിപാടി ഒരു തെറ്റ് ചെയ്ത ആൾ പോയിങ്ങാണ്ട് എന്നെക്കുറിച്ച് അപകീർത്തികരമായിട്ട് പറഞ്ഞെടുക്കുന്നത് പറഞ്ഞാലും അതിപ്പോൾ പറഞ്ഞെടുക്കുന്ന ആളെ കൊണ്ടുപോയി പോലീസ് പിടിച്ചുകൊണ്ട് പോകും. എന്ന് വെച്ചിങ്ങാണ്ട് നിങ്ങൾ ചെയ്ത കാര്യം ഇല്ലാതെയാകണമെന്നില്ല, അതുണ്ടാകും. ഇല്ലാത്ത കാര്യമായിട്ട് അവൻ പറഞ്ഞിട്ടില്ല. അപ്പം അത് കേസ് കൊടുത്താൽ എല്ലാവരും ഞാൻ നല്ലവനാണെന്ന് വിചാരിക്കും അങ്ങനെയല്ല നിങ്ങൾ പോയി കൊടുത്ത് അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ഉണ്ടാക്കുമല്ലോ. ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ അച്ഛൻ പോയി കേസ് കൊടുത്തത്. അതൊക്കെ പഴയ ഐഡിയ ആണ്. അതൊക്കെ പഠിച്ചോനെ, അതൊക്കെ എക്സ്പയർ ഡേറ്റ് ആയി കഴിഞ്ഞു. ഇപ്പം തെറ്റ് ചെയ്തില്ല അങ്ങനെയാണ് ഇപ്പോൾ. അപ്പം ശരി, ഓക്കെ. എന്താ